ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശരണ്യ. നമുക്കറിയാം, നമ്മൾ സൈക്കോളജി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന, അല്ലെങ്കിൽ എത്ര പഠിച്ചാലും നമുക്ക് ഓർമ്മ നിൽക്കാത്ത ഒരു തിയറിയാണ് തോണ്ടേക്കുമായിട്ട് ബന്ധപ്പെട്ട തിയറി അല്ലെ. തോണ്ടേക്കിന്റെ SR കണക്ഷൻ തിയറി അല്ലെങ്കിൽ കണക്ഷനിസം, പിന്നെന്താ പേരിന് മറ്റൊരു പേരെന്താണ്, ബോണ്ട് തിയറി, അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന തിയറീസ് ഉണ്ട്. അപ്പൊ ആ തിയറിയിലെ നമുക്ക് ആ ലോസും എന്തൊക്കെയാണ് തിയറി പറയുന്നതും അതിൽ എക്സ്പെരിമെന്റ് എന്തായിരുന്നു, നമുക്ക് ആ എക്സ്പെരിമെന്റിൽ കൂടെ നമുക്ക് ആ ലോസ് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏതാണ്, തോണ്ടേക്കിന്റെ പഠന നിയമങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ തോണ്ടേക്ക് എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടമായിരുന്നു? 1874 മുതൽ 1949 വരെയാണ് തോണ്ടേക്കിന്റെ കാലഘട്ടം. അദ്ദേഹം അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എന്താണ്? ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് ടെറർ തിയറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തിയറിയുടെ നെയിം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കും ഓർത്ത് വയ്ക്കുക, കാരണം DLED ബുക്കിലൊക്കെ ഇതിന്റെ ഏതാണ് ഓരോ സൈക്കോളജിസ്റ്റിന്റെയും ബുക്കും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബുക്ക് ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കത് അറിയണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസിദ്ധമായ കൃതികൾ ആരുടെ? തോണ്ടേക്കിന്റെ പ്രസിദ്ധമായ കൃതികൾ ഏതൊക്കെയാണ്? ആനിമൽ ഇന്റലിജൻസ്, ദ സൈക്കോളജി ഓഫ് അരിത്തമാറ്റിക്, ഹ്യൂമൻ ലേണിംഗ്, ഇതൊക്കെ ആരുടെയാണ്? നമ്മുടെ തോണ്ടേക്കിന്റെ തിയറിയാണ്. പിന്നെ അദ്ദേഹം പരീക്ഷണം നടത്തിയത് ഏതിലാണ്? പൂച്ചയിലാണ് അല്ലെ. പ്രശ്നപേടകത്തിലെ പൂച്ച, കാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ തിയറി അറിയപ്പെടുന്നത്. അതിനു മുൻപ് ഞാൻ പറഞ്ഞു, ആ തിയറിക്ക് ലോസിലേക്ക് കടക്കുന്നതിന് മുന്നേ ആ തിയറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ പാവ്ലോവിന്റെ തിയറി പഠിച്ച സമയത്ത് നമ്മൾ S ടൈപ്പ് കണ്ടീഷനിങ് എന്നാണ് പാവ്ലോവിന്റെ തിയറി പഠിച്ചത് അല്ലെ. S ടൈപ്പ് കണ്ടീഷനിങ്, അതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? സ്റ്റിമുലസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. സ്റ്റിമുലസ് മാറ്റി മാറ്റി കൊടുത്തിട്ട് നമ്മൾ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാതെ, ആദ്യത്തെ സ്റ്റിമുലസ് നമ്മൾ എന്ത് കൊടുത്തു? ഫുഡ് കൊടുത്തു. രണ്ടാമത്തെ സ്റ്റിമുലസ് നമ്മൾ എന്ത് കൊടുത്തു? ബെല്ല് കൊടുത്തു അല്ലെ, ആ ഒരു പരീക്ഷണത്തിൽ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ ചെയ്തത്? അവിടെ സ്റ്റിമുലസ് മാറ്റി മാറ്റിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ആവശ്യമുള്ള ബിഹേവിയർ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുത്തു. ആരുടെ തിയറിയിൽ? പാവ്ലോവിന്റെ തിയറി അല്ലെ, പാവ്ലോവിന്റെ തിയറിയിൽ. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ തോണ്ടേക്കിന്റെ തിയറി എന്ന് പറഞ്ഞാൽ എസിനും, അതായത് സ്റ്റിമുലസിനും റെസ്പോൺസിനും ഒരേപോലെ പ്രാധാന്യമുള്ള തിയറിയാണ് ഇത്, നമ്മുടെ തോണ്ടേക്കിന്റെ തിയറി എന്ന് പറയുന്നത്. അദ്ദേഹം എന്തിനു പ്രാധാന്യം കൊടുത്തു? സ്റ്റിമുലസിനും റെസ്പോൺസിനും. അത് മാത്രമല്ല, ഈ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബോണ്ട്, ഓക്കെ, സ്റ്റിമുലസും റെസ്പോൺസ് തമ്മിലുള്ള ബോണ്ട് നല്ല രീതിയിലായി കഴിഞ്ഞാൽ ലേണിംഗ് എന്ത് ചെയ്യാം? നന്നായിട്ട് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് വിചാരിച്ച രീതിയിൽ ലേണിങ്ങിനെ മാറ്റിയെടുക്കാം. അപ്പൊ അതായത് എന്ത് തമ്മിലുള്ള ബോണ്ട്? സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബോണ്ട്. അതേപോലെ തന്നെ കണക്ഷനിസം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് അല്ലെ, കണക്ഷനിസം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തിയറി അറിയപ്പെടുന്ന എന്താണ്? കണക്ഷനിസം എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, കണക്ഷനിസം അതായത് എന്ത് തമ്മിലുള്ള കണക്ഷൻ? സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പഠനത്തിൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു തിയറിക്ക് എന്തൊക്കെ പേര് വന്നിരിക്കുന്നത്? ട്രയൽ ആൻഡ് എറർ, ശ്രമപരാജയ സിദ്ധാന്തം. അതേപോലെ തന്നെ ബോണ്ട് തിയറി, എന്ത് തമ്മിലുള്ള ബോണ്ട്? സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ബോണ്ട്. അതേപോലെ തന്നെ എന്താണ്? കണക്ഷനിസം, ഏത് തമ്മിലുള്ള കണക്ഷൻ? സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള കണക്ഷൻ. ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠനം ഒന്നും കൂടെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പഠന നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. ആ പഠന നിയമങ്ങൾ പഠിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ഒരു ബോക്സ് അല്ലെ. ഈ ഒരു ബോക്സിൽ എന്ത് ചെയ്തു? ഈ ഒരു ബോക്സിൽ ഒരു പൂച്ചയെ വെച്ചു. ഓക്കെ, ഈ ഒരു ബോക്സിൽ ഒരു പൂച്ചയെ ഇട്ടു. ഇവിടെ എന്ത് ചെയ്തു? ഒരു ലിവർ അല്ലെങ്കിൽ ഒരു വയറ് പോലെ ഘടിപ്പിച്ചു. എന്നിട്ട് പുറത്ത് ഫുഡും കൊടുത്തു. ഓക്കെ, പുറത്ത് ഫിഷ് വെച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ആ കൂട്ടിലിട്ട പൂച്ച എന്ന് പറയാൻ നന്നായിട്ട് വിശന്നിരിക്കുന്ന പൂച്ചയാണേ. അപ്പൊ ഈ പുറത്ത് ഫിഷിനെ കാണുന്ന സമയത്ത് പൂച്ചയ്ക്ക് എന്ത് ടെൻഡൻസി വരും? എങ്ങനെയെങ്കിലും കൂട്ടിനുള്ളിൽ പുറത്ത് കിടക്കണം എന്നുള്ള ടെൻഡൻസി വരും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പരാക്രമമായിരിക്കും പൂച്ച ചെയ്യുന്നത് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പം എങ്ങനെയെങ്കിലും ഈ ലിവറിന്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു കയറിന്റെ മുകളിൽ കൈ തട്ടിയിട്ട് ഇവിടെയുള്ള ഡോർ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് പൂച്ചയ്ക്ക് പുറത്ത് പോകാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേണിൽ അദ്ദേഹം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പൂച്ച ചെയ്യുകയാണെങ്കിൽ പൂച്ചയ്ക്ക് എന്ത് കിട്ടും? പൂച്ചയ്ക്ക് അറിയാം അല്ലെ, ഇത് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കാൻ പറ്റും. അതെന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അതായത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ അവിടെ എന്ത് ചെയ്യണം? കൂടണം.
ഓക്കെ, സ്ഥിരമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഇത് തുറന്നു കഴിഞ്ഞാൽ ഫിഷ് കിട്ടുമെന്ന് മനസ്സിലാവും. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പരീക്ഷണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ 3 നിയമത്തിനെയും ഈ ഒരു പരീക്ഷണത്തിന്റെ ആപ്ലിക്കേഷൻ എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അല്ലാതെ ഡെഫിനിഷനാണ് പലരും പഠിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണം ആലോചിച്ചിട്ട് നിങ്ങൾ ഈ ഒരു നിയമം പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ 3 നിയമങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? പഠന നിയമത്രയം എന്നറിയപ്പെടുന്നത് ഈ 3 നിയമങ്ങളുടെയും കൂടെ പേരാണ് ഇത്, പഠന നിയമത്രയം. അപ്പം ചിലപ്പോൾ എങ്ങനെ ചോദ്യം വരാം? തോണ്ടേക്കിന്റെ പഠന നിയമത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നമുക്കറിയാം ഇതിന്റെ സബോർഡിനേറ്റ് ലോസും കൂടി ഉണ്ട് അല്ലെ, അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓപ്ഷൻ എങ്കിൽ അല്ലെ, സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം, ഇത് 3 ഏത്? പഠന നിയമത്രയം എന്ന് പറയുന്നത്. ഇതല്ലാതെ എന്താണ് വേറെ ഏതെങ്കിലും ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ. അപ്പൊ അതുകൊണ്ട് പഠനത്രയങ്ങൾ ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സ്പെരിമെന്റ് വെച്ചിട്ട് ഓരോന്നും നോക്കാം. സന്നദ്ധതാ നിയമം എന്താണെന്ന് നോക്കാം. അതായത് ഈ ഒരു പൂച്ച, നമ്മളിപ്പോൾ കൂട്ടിലിട്ടിരിക്കുന്ന പൂച്ച എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിശന്നിരിക്കുന്ന പൂച്ചയാണ് അല്ലെ. പക്ഷെ അതിന് പകരം നന്നായിട്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പൂച്ചയാണ് നമ്മൾ കൂട്ടിലിട്ടെങ്കിൽ അതിന് ഈ ലിവർ തുറന്ന് ഈ ഫിഷ് എടുക്കാൻ തോന്നുമോ? ഇല്ല അല്ലെ. പകരം നമ്മൾ ഈ ഫിഷ് ഇവിടെ പുറത്ത് വെച്ചിട്ടില്ല, എന്നിട്ട് പൂച്ചയെ ഉള്ളിലിട്ട് കഴിഞ്ഞാലും പൂച്ചയ്ക്ക് എന്ത് ചെയ്യില്ല? പുറത്തേക്ക് വരണം എന്നുള്ള തോന്നലൊന്നും വരില്ല. അതായത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് നോക്കണം? സന്നദ്ധനാണോ? അല്ലെങ്കിൽ ഒരിപ്പം പഠനത്തിന്റെ കാര്യം ആയിക്കോട്ടെ, അവിടെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സന്നദ്ധനായിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ പഠിപ്പിക്കാൻ. അതായത് വിശന്നിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പൂച്ചയെ ഇതിൻ്റെ ഉള്ളിലിടാൻ. അങ്ങനെയാണെങ്കിലേ ഈ വയറ് തട്ടി അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ പൂച്ചയ്ക്ക് തോന്നുള്ളൂ അല്ലെ. അല്ലെങ്കിൽ വിശപ്പില്ലാത്തൊരു പൂച്ചയ്ക്ക് ഇത് തുറന്നിട്ട് പുറത്തേക്ക് വരണമെന്ന് തോന്നില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്ത് ആലോചിക്കുക. സന്നദ്ധനായിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? പൂച്ചയെ പിടിച്ചിട്ട് കൂട്ടിലിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, റെസ്പോൺസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഡെഫിനിഷൻ നോക്കാം. ഏതൊരു പ്രവർത്തനത്തിനും സന്നദ്ധ ആവശ്യമാണ് അല്ലെ. ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിച്ചാൽ ഫലം സംതൃപ്തിജനമായിരിക്കും. അത്ര ഇവിടെ പറയുന്നുള്ളൂ. കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുള്ള സമയത്ത് എന്ത് ചെയ്യുക? കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാതെ ക്ലാസ്സിലൊക്കെ അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ചെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് കുറവായിരിക്കും. ഓക്കെ, അവിടെ എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫലം അതിന് കുറവായിരിക്കും. അത്ര ഏതിൽ പറയുന്നുള്ളൂ? സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ആവർത്തന നിയമം. ഓക്കെ, അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ആവർത്തിച്ചുകൊണ്ടിരിക്കണം അല്ലെ. ഈ ഒരു പൂച്ച ഒരു തവണ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഒരു തവണ ഇത് തട്ടി എങ്ങനെയൊക്കെയോ പുറത്തു വന്നു, ഇനി അത് ആവർത്തിക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ട്രിക്ക് അതിന് പിടികിട്ടുമോ? ഇല്ല അല്ലെ. എന്ത് ചെയ്തിരിക്കണം? ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ആവർത്തിക്കണം, അഭ്യസിക്കണം. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്യുക. അതാണ് ഇവിടെ അഭ്യാസ നിയമം. പഠിച്ച കാര്യങ്ങൾ എഗെയിൻ പഠിക്കുക. അതായത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ അവിടെ എന്ത് ചെയ്യുക? നമ്മൾ കൂട്ടി കൊണ്ടുവരിക. അതാണ് ഇവിടെ കണക്ഷനിസം എന്ന് പേര് വരാനും കാരണം. അപ്പൊ ഇവിടെ എന്താണ്? ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും റിപ്പീറ്റ് ചെയ്യും തോറും സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാകുന്നു. ഓക്കെ, അതായത് അപ്പൊ ഇതെന്തായി? അതിന് മനസ്സിലായി ഇവിടെ കുറേ തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ, ഇത് വലിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് മനസ്സിലായി? ഫിഷ് കിട്ടുമെന്ന് മനസ്സിലായി അല്ലെ. അതെന്തുകൊണ്ടാ? അത് ആവർത്തനമായിട്ട് അല്ലെങ്കിൽ അത് ആവർത്തിച്ച് ചെയ്തത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇതിന് താഴെ നമുക്ക് എന്ത് പറയാം? 2 സബോർഡിനേറ്റ് ആയിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രയോഗ നിയമം, അടുത്തത് പ്രയോഗരാഹിത്യ നിയമം. മലയാളമാണ്, ഇംഗ്ലീഷ് കേട്ടാൽ അറിയായിരിക്കും അല്ലെ. പ്രയോഗരാഹിത്യ നിയമം. എന്താണ് ഇതിന്റെ ഇംഗ്ലീഷ്? ലോ ഓഫ് യൂസ്, ലോ ഓഫ് ഡിസ്യൂസ്. അതായത് നമുക്കിപ്പം പ്രയോഗ നിയമം എന്ന് പറയാൻ ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് യൂസ് അല്ലെ. നമ്മൾ ആ ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ലെ. സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു റെസ്പോൺസിന്റെ സ്ട്രെങ്തനിങ് കുറയില്ലേ അല്ലേ, അതിൻ്റെ ഒരു കണക്ഷൻ കുറയില്ലേ. അപ്പം ഇത് പ്രയോഗ നിയമം എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് നമുക്ക് കൂട്ടി വരാം. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ട് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ അതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെ. നിങ്ങൾക്ക് സ്റ്റിമുലസ്, നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, റെസ്പോൺസ് ആയിട്ട് ഒരു കണക്ഷൻ അവിടെ കീപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എന്ത് തരുന്നത്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു എന്താ പറയുന്നത്, അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ടച്ച് വിടാതെ നിങ്ങളെ കൊണ്ടുപോകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനെന്തെങ്കിലും യൂസ് ഉണ്ടാവുമോ? നിങ്ങൾ പഠിച്ച കാര്യത്തിന്, നിങ്ങൾ ചെയ്ത കാര്യത്തിന് എന്തെങ്കിലും യൂസ് ഉണ്ടാവുമോ? ഇല്ല. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? പ്രയോഗരാഹിത്യ നിയമം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ആവർത്തന നിയമം.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് ഇല്ലേ, അതിന് നമുക്ക് ഏത് എക്സാമ്പിൾ പറയാം? ഈ ഒരു ആവർത്തന നിയമത്തിന് എക്സാമ്പിളായിട്ട് പറയാം. അടുത്താണ് ഫല നിയമം, പരിണാമ നിയമം. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്കൊരു റിസൾട്ട് വേണം അല്ലേ. നമ്മൾ പൂച്ച ഇപ്പോൾ കഷ്ടപ്പെട്ട് ലിവറൊക്കെ തുറന്ന് പുറത്ത് വന്നു, അവിടെ ഫുഡില്ല, ഓക്കെ, അതിൻ്റെ ഒരു ഫലമില്ല. ചെയ്ത കാര്യത്തിന് പൂച്ചയ്ക്ക് എന്ത് ചെയ്തില്ല, ഫുഡ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പൂച്ച ആ പണിക്ക് മെനക്കിടോ? ഇല്ല അല്ലേ. എന്തിനാ ലിവർ വലിച്ച് വെറുതെ പുറത്ത്, അതായത് പൂച്ച പുറത്തേക്ക് വരുന്നു, നമ്മൾ ഫുഡ് എടുത്ത് മാറ്റുന്നു. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലേ, പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാതിരിക്കുന്നു. അപ്പോൾ പൂച്ച എന്ത് ചെയ്യും? അല്ലെ, ഞാനിപ്പോൾ പുറത്ത് വന്നിട്ടും കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ ആ ലിവർ ഓപ്പൺ ചെയ്യാതെ ചുമ്മാ അവിടെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് റെസ്പോൺസ്, അവർ ചെയ്ത കാര്യത്തിന് ഒരു അംഗീകാരം നമ്മൾ കൊടുക്കണം. ഓക്കെ, ഒരു പ്രവർത്തനത്തിന്റെ ഫലം തൃപ്തികരവും സന്തോഷദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വ്യക്തിയെ പ്രേരിപ്പിക്കും അല്ലേ. അപ്പോൾ ആ പൂച്ച ലിവർ തുറന്നു, ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. ഇപ്പോൾ ഫുഡ് കിട്ടുന്നില്ലെങ്കിൽ അത് തുറക്കുമോ? ഇല്ല. നമ്മൾ പൂച്ചേനെ പുറത്ത് വിടുന്നു, നമ്മൾ ഭക്ഷണം എടുത്ത് മാറ്റുന്നു. അപ്പോൾ പൂച്ചയ്ക്ക് എന്ത് ചെയ്യില്ല, പുറത്ത് വരാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, സന്തോഷദായകമായാൽ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. അങ്ങനെയാണെങ്കിൽ നമ്മൾ SR ബന്ധവും അവിടെ ശക്തി പ്രാപിക്കും അല്ലെ. സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള ബന്ധം അവിടെ ശക്തി പ്രാപിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, അവയുടെ ഫലം കുറയും. അപ്പോൾ അത്രയും നമ്മൾ ഏതിൽ പറയുന്നുള്ളൂ, ഫല നിയമത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ മൂന്ന് നിയമങ്ങളും നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം, എക്സ്പെരിമെന്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. എല്ലാ തിയറീസും നമുക്ക് എന്ത് വേണ്ട, എക്സ്പെരിമെന്റ് ആയിട്ടൊന്നും കണക്ട് ചെയ്ത് പഠിക്കേണ്ട. പക്ഷേ ഈ ഒരു തിയറി, തോണ്ടേക്കിൻ്റെ ഈ ഒരു തിയറി എക്സ്പെരിമെന്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും നല്ല 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 കോമ്പറ്റീഷൻ ആണ് അല്ലേ. LP UP പോലുള്ള പോസ്റ്റ് നല്ല കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം എത്രയും വേഗത്തിലാക്കുക. ഓക്കെ, നമുക്ക് പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള തിയറീസ് ഒക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്